السلام عليكم ورحمة الله وبركاته. الحمد لله الذي جل على الإنعام بنعمة الإيمان والإسلام، والصلاة والسلام على سيد الأنام وعلى آله وأصحابه الكرام، وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹബഹുമാനം നിറഞ്ഞ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, കാരുണ്യവാനായ റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ സകലമാന തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകി ഇനിയുള്ള കാലമത്രയും അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിച്ച് അവൻ നമുക്ക് നിശ്ചയിച്ച അവധി തീരുമ്പോ യഥാർത്ഥ മുസ്ലിമായി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, എല്ലാം വിശാലമായി പ്രതിപാദിക്കുന്ന വിശുദ്ധ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിക പ്രബോധകരിൽ അവസാനത്തെ കണ്ണിയായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത് വിശുദ്ധ ദീൻ പഠിപ്പിക്കാൻ, വിശുദ്ധ അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ, കലിമത്തു തൗഹീദ് പ്രബോധനം ചെയ്യാനും, നന്മ തിന്മ വേർതിരിച്ച് മനസ്സിലാക്കി തരാനും, ധർമ്മം അധർമ്മം വേർതിരിച്ചു തരാനും, ഹലാലും ഹറാമും വ്യക്തമാക്കാനും വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫ് 157 സൂക്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഉം അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദാചാരം അവർക്ക് അനുശാസിക്കുകയും ദുരാചാരം വിലക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്, അവർക്കായി ശുദ്ധവസ്തുക്കൾ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, ദുഷിച്ച വസ്തുക്കൾ അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. വയളു അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, അവിടെ ഭാരങ്ങളും അവർക്കുള്ള ഭാരങ്ങളും അവർക്ക് മേലുണ്ടായിരുന്ന ബന്ധനങ്ങളും അദ്ദേഹം ഇറക്കി വെക്കുകയും ചെയ്യുന്നു. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അബ്ദുല്ലാഹി നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് മഹാനായ അബൂ അബ്ദുല്ലാഹി നുഅ്മാൻ ഇബ്നു ബശീർ തങ്ങൾ പറയുന്നു, നബി തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യൻ വഇന്നൽ ഹറാമ ബയ്യൻ, ഇന്നത് ഹലാലാണ്, ഇന്നത് അനുവദനീയമാണ് എന്ന് വ്യക്തമാണ്, ഇന്നത് നിഷിദ്ധമാണ്, എല്ലാം മനസ്സിലാക്കുന്ന രീതിയിൽ പ്രവാചകർ നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ഹലാലും ഹറാമും നബിതങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത് ഏതാണ് ഹലാലെന്ന്, ഏതാണ് നിഷിദ്ധമാണെന്ന് പ്രവാചകർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖ്റബൂഹാ, വിശുദ്ധ സൂറത്തുൽ ബഖറ 187 സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ അതിർവരമ്പുകൾ ലംഘിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ചില നിർബന്ധമായ കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്, അതിനെ നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. അബീ സഅലബ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതാ ബൈഹഖി ഇമാം അവിടുത്തെ ബൈഹഖിൽ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ഫറള ഫറായിദ ഫലാ തുളയ്യൂഹാ, അല്ലാഹു ചില നിർബന്ധമായ കാര്യങ്ങൾ നിർബന്ധമാക്കി നമ്മെ അനുഷ്ഠിക്കാൻ നമ്മളെ കൽപ്പിച്ചിട്ടുണ്ട്, അതിനെ നിങ്ങൾ പാഴാക്കരുത്.
അവൻ വരച്ച അതിർവരമ്പുകൾ, അവൻ വരച്ച വരമ്പുകൾ നിങ്ങൾ ലംഘിക്കരുത്, വിട്ടുകടക്കരുത്. ചില കാര്യങ്ങൾ അവൻ വിരോധിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്തു കറിയരുത്. ചില കാര്യങ്ങൾ, അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹു അനുവദിച്ചതിനെ നാം നിഷിദ്ധമാക്കരുത്, അവൻ നിഷിദ്ധമാക്കിയത് നാം അനുവദനീയമാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളോട് ഞാൻ വിരോധിച്ചത് നിങ്ങൾ വെടിയുക, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ പ്രവർത്തിക്കുക. അതിര് ലംഘിച്ചാൽ അല്ലാഹു പറയുന്നുണ്ട്, വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഉദ്ഹുദ യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹും അദാബും മുഈൻ. അതിർ ലംഘിച്ചാൽ അവനെ നരകത്തിൽ, എന്നെന്നും നരകത്തിൽ അല്ലാഹു പ്രവേശിക്കും. വളരെ നിസ്സാരമായ ശക്തമായ കാഠിന്യമേറിയ അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ അവൻക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രധാനമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ എന്തെല്ലാമാണ് നിഷിദ്ധമെന്നും എന്ന് പഠിക്കാൻ നമ്മുടെ കടമയാണ്, നമ്മുടെ ബാധ്യതയാണ്. ഇതൊക്കെ ഇത്രയും കർശനമായ രീതിയിൽ പറയുമ്പോ ഏതാണ് നിഷിദ്ധം, ഏതാണ് അനുവദനീയം എന്ന് പഠിക്കൽ നമ്മുടെ കടമയാണ്. മനുഷ്യന് ആവശ്യമുള്ളതും ഉപയോഗമുള്ളതെല്ലാം അനുവദിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. ശ്രദ്ധയില്ലായ്മ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും നിഷിദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഭക്ഷണ പാനീയ മേഖലകളിൽ പലപ്പോഴും പലതിലും ഹറാമുകൾ കടന്നു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആഹാരപാനീയങ്ങൾ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ഭക്ഷണം ആവശ്യമാണ്. എന്നാൽ ഭക്ഷണം കഴിക്കുന്ന മേഖലകളിൽ അള്ളാഹു പ്രത്യേകം കൽപ്പിച്ച ചില കാര്യങ്ങൾ വിസ്മരിക്കാൻ പാടുള്ളതല്ല. അടിസ്ഥാനപരമായി അള്ളാഹു എല്ലാ ഭക്ഷണം അനുവദിച്ചിട്ടുണ്ട്, ചിലത് മാത്രമാണ് അവൻ നിരോധിച്ചിട്ടുള്ളത്. കൂടുതൽ അനുവദിക്കുകയും കുറച്ച് മാത്രം വിരോധിക്കുകയും ചെയ്തു. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഭക്ഷിക്കാൻ പാടില്ലാത്ത ചിലതിനെപ്പറ്റി വിശുദ്ധ ഖുർആനിലും ചിലതിനെ കുറിച്ച് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിഷിദ്ധമായി നാം ഒരിക്കലും ഭക്ഷിക്കരുത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫതക മിനദ് ദുനിയ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ സുനദ് അഹ്മദ് തങ്ങൾ റിപ്പോർട്ട് ഉദ്ധരിച്ചതാണ്. 4 ഗുണങ്ങൾ ആരിലുണ്ടോ ദുനിയാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അവനിക്ക് പ്രശ്നമില്ല. മാ ഫലാ അലൈക മാ ഫതക മിനദ് ദുനിയ. 4 ഗുണങ്ങൾ ആരിൽ സമ്മേളിച്ചുവോ അവനിക്ക് ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും അവനത് പ്രശ്നമേ അല്ല. 1 ഹിഫ്ലു അമാന, അമാനത്ത് സൂക്ഷിക്കൽ. വസിദുഖ് ഹദീസ്, സംസാരത്തിലെ സത്യസന്ധത. വഹുസ്നു ഖലീഖ, സൽ സ്വഭാവം. ഇഫത്തും ഫീ തുഅമ, ഭക്ഷണത്തിൽ നിഷിദ്ധമായത് കലരാതിരിക്കൽ. ഈ കാര്യം ഒരാളിലുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. അപ്പൊ ഹലാൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നത് അള്ളാഹു പഠിപ്പിച്ചു. യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാത് വഅമലൂ സാലിഹ ഇന്നി ബിമാ തഅമലൂന അലീം. ഓ മുർസലീങ്ങളെ, പ്രവാചകർ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ നല്ലതിൽ നിന്ന് ഭക്ഷിക്കുക, നിങ്ങൾ സൽക്കർമ്മം പ്രവർത്തിക്കുക, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാം സൂക്ഷ്മമായി ഞാൻ അറിയുന്നുണ്ട്. വിശ്വാസികളോട് അള്ളാഹു പറയുന്നുണ്ട്, ഭൂമിയിൽ നിന്ന് ഹലാലും ത്വയ്യിബും നിങ്ങൾ ഭക്ഷിക്കുക. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, ശൈത്താനിന്റെ ചവിട്ടടിക്കാലോട് നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദ്വ്വു മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. ഹലാൽ ത്വയ്യിബ് എന്താ? ചെറിയൊരു ഉദാഹരണം. ഹലാലും ത്വയ്യിബും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹലാൽ എന്താണ് ത്വയ്യിബ്? ഉദാഹരണം, നമ്മുടെ പറമ്പിൽ നാം ഒരു വാഴ നട്ടു, അതിലുണ്ടായ പഴം നമുക്ക് ഹലാലും ത്വയ്യിബുമാണ്. എന്നാൽ ആ പഴം കേടുവന്നു, അപ്പോൾ അത് ഹലാലാണ്, ത്വയ്യിബല്ല. അപ്പൊ നമ്മുടെ പഴം റോഡിലൂടെ പോകുന്ന ഒരാൾക്ക് ത്വയ്യിബാണ്, പക്ഷേ ഹലാലല്ല. വിശിഷ്ടമായ ഭക്ഷണം ഏതാണെന്ന് പ്രവാചകർ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മാ അക്കല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി വഇന്ന നബിയല്ലാഹി ദാവൂദ അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം
സ്വന്തം മാ അക്കല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് തൊഴിൽ ചെയ്ത് ഭക്ഷിക്കുന്നതിനേക്കാൾ വിശിഷ്ടമായ ഒരു ആഹാരം ഒരാളും കഴിച്ചിട്ടില്ല. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം സ്വന്തം കരം കൊണ്ട് അധ്വാനിച്ച് ഭക്ഷണമുണ്ടാക്കി കഴിച്ചു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ. ഏതെല്ലാമാണ് നിഷിദ്ധം? അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്തത്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുത്തത് മാത്രമാണ് നാം ഭക്ഷിക്കേണ്ടത്. അപ്പോൾ വളരെ പ്രസക്തമാണ് എല്ലാം. ഭക്ഷണത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നർത്ഥം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എല്ലാ രംഗങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും നിഷിദ്ധമായതൊന്നും നമ്മുടെ വയറ്റിലേക്ക് കടന്നു പോകരുത്. നമ്മുടെ മക്കൾക്കും നാം ഭക്ഷിപ്പിക്കരുത്. ഹലാലും ഹറാമുമെല്ലാം വ്യക്തമാക്കി തന്ന മതത്തിന്റെ അനുയായികളായ നമ്മൾ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം വളരെ ക്ലിയർ ചെയ്താലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് ഇന്നത്തെ പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ എല്ലാം മുസ്ലിങ്ങൾ എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങളെ വേട്ടയാടുന്ന ഈ സാഹചര്യത്തിൽ വർഗീയത പറയലും പ്രവർത്തിക്കലും തിന്മയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. വിശുദ്ധ ഖുർആൻ എല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് വർഗീയത പറയാനും പ്രചരിപ്പിക്കാനും യാതൊരു മടിയില്ലാത്തൊരു കാലമായി മാറിയിരിക്കുകയാണ്. ഭക്ഷണം വരെ വർഗീയമാക്കി ചിത്രീകരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, പോത്തിന്റെ പേരിൽ പോത്ത് മുസ്ലിമീങ്ങൾ ധാരാളം കഴിക്കുന്നതാണ്. പോത്തിനെതിരെ വലിയൊരു സമരമുണ്ടായല്ലോ. ഇന്നുയർന്ന വിദ്യാഭ്യാസമുള്ളവരും സാംസ്കാരിക നായകന്മാരും വർഗീയത പറയുന്നവരായി മാറിയിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അപ്പൊ കൈ നനയാതെ മീൻ പിടിക്കാമെന്നതാണ് വർഗീയതയുടെ ഗണിതശാസ്ത്രം. അപ്പൊ ചുരുക്കത്തിൽ ഇന്ന് ഭരണകൂടം തന്നെ വർഗീയതയുടെ പ്രചാരകരായി മാറിയിരിക്കുന്നു. ഒന്ന്, തങ്ങളുടെ രഹസ്യ അജണ്ടകൾ നടത്താൻ നല്ല സൗകര്യമാണ്. ഉദാഹരണം, രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വിമാനത്താവളം, റെയിൽവേ എല്ലാം വേണ്ടപ്പെട്ടവർക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ട്, ഭരണ പരാജയം മറച്ചു പിടിക്കാൻ ഏറ്റവും നല്ല ആയുധമാണ്. ഉദാഹരണം, പെട്രോൾ, ഡീസൽ, പാചകവാതത്തിന്റെ വില കൂട്ടുന്നു, കാർഷിക രംഗം തകർന്നു, സാമ്പത്തികമായി രാജ്യം അപകടത്തിലായി. ഇതൊന്നും രാജ്യത്ത് വലിയൊരു ജനവിഭാഗത്തിന് പ്രശ്നമാകുന്നില്ല. കാരണം വർഗീയത കത്തിച്ച് നിർത്തിക്കുകയാണ് അതിന്റെ പിന്നാലെ ജനങ്ങൾ. അപ്പൊ ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ചില മതവിഭാഗങ്ങൾ ഹലാലിനെതിരെ രംഗത്ത് വന്നു. ലവ് ജിഹാദിന് ശേഷം പുതിയ ജിഹാദായി പ്രചരിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ഒരു കടയിലെ മാംസം അറുത്തതാണെന്ന് അറിയിക്കാനാണ് ഹലാൽ ബോർഡുകൾ വെക്കുന്നത്. കച്ചവടം കിട്ടാൻ വേണ്ടി മറ്റു മതസ്ഥരും ഇത്തരം ബോർഡുകൾ വെക്കാറുണ്ട്. വ്യാജമായി വെക്കുന്നവരുണ്ട്, അത് മനസ്സിലാകാതെ കഴിക്കുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ എന്ത് എങ്ങനെ കഴിക്കണമെന്ന് തീരുമാനിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട്. അത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന വ്യക്തി സ്വാതന്ത്ര്യവുമാണ്. അപ്പോൾ അതേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിക്കാൻ മുസ്ലിമീങ്ങൾ ബാധ്യസ്ഥരാണ്. എല്ലാം ഹലാൽ ഭക്ഷണം കഴിക്കാൻ നാം മറ്റുള്ളവരെ നിർബന്ധിക്കാത്ത കാലത്തോളം എന്തിന് നാം ബഹളം വെക്കുന്നു? ഇതുപോലെ മറ്റു വിഭാഗങ്ങൾക്കും ആചാരങ്ങളുണ്ട്. ഹിന്ദുക്കൾ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നു, ക്രൈസ്തവർ ചില സമയത്ത് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നു. അതെല്ലാം അവരുടെ കാര്യം, നാം അതിൽ ഇടപെടാറില്ല. എന്നിട്ടും ഹലാൽ ഭക്ഷണം വർഗീയമായി പ്രചരിക്കപ്പെട്ടു. ഇങ്ങനെ വർഗീയത ബോധപൂർവം വളർത്തിയെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള ശത്രുത അവസാനിപ്പിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വർഗീയതക്കെതിരെ പൊതുസമൂഹത്തെ ചേർത്ത് നിർത്താൻ ശ്രമിക്കണം നമ്മൾ. അതാണ് മദീനയിൽ ചെന്നയുടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. കൂട്ടായ നീക്കത്തിലൂടെയല്ലാതെ
ഈ തിന്മയെ നമുക്ക് മറികടക്കാനാവില്ല. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പെരുമാറ്റങ്ങൾ, കൂട്ടായ്മകൾ വളർത്തും വിധമായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സത്യം സത്യമായി ഉൾക്കൊള്ളാനും അസത്യം അസത്യമായി തന്നെ കാണാനും അത് പൂർണ്ണമായി വിടഞ്ഞ് നന്മയുടെ വക്താക്കളായി ജീവിച്ച് നന്മയുടെ അഹ്ലുകാരിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.